ഒരു വർഷം പോയൊരു പോക്കിലെ 7ാം ക്ലാസ് കഴിഞ്ഞ് നേരെ 8ൽ ജോയിൻ ചെയ്തതേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ അതേ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ എക്സാമും കഴിയാൻ വേണ്ടി പോവാണ്. പക്ഷെ ആ 7ൽ നിന്നും 8ലേക്ക് എത്തിയപ്പോൾ നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു പോയില്ലേ. ഭൂരിഭാഗം പാരൻസും പറയുന്ന ഒരു സങ്കടമാണ്, എൻ്റെ കുട്ടി 7ാം ക്ലാസ് വരെ നന്നായി പഠിച്ച കുട്ടിയായിരുന്നു, പക്ഷേ 8ലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പതുക്കെ ഡൗൺ ആയി തുടങ്ങി. ഹൈസ്കൂൾ മുതൽ അവൻ കുറച്ച് ബാക്കോട്ടായി തുടങ്ങി. എന്താ ഇതിനിടെ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 7ാം ക്ലാസ്സിൽ നിങ്ങളൊരു പരീക്ഷ എഴുതിയതുപോലെയാണോ ഇപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എഴുതിയത് എന്നുള്ളത് അല്ലേ? നമ്മൾ ഒന്നുകൂടി വലിയ കുട്ടികളായി മാറിയപ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കൂടി, നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളൊക്കെ ഒന്നുകൂടി വലുതായി, സിലബസ് ഒക്കെ ഒന്നുകൂടി വലുതായി. സ്വാഭാവികമായിട്ടും നമ്മളുടെ സീരിയസ്നെസ് എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഇതേ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. കാരണം 9ാം ക്ലാസ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല സിലബസ് ഉള്ള ഭാഗമാണ്. ബേസിക് സയൻസ് മാറിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആവാൻ വേണ്ടി പോവാണ്. അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ 40 മാർക്കിൽ നിന്നും 80 മാർക്കിലേക്കാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ നമ്മൾ പോയ പോലെ ഒരു പടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ 9ാം ക്ലാസ് അതിൻ്റെ ഡബിൾ എഫക്റ്റിൽ നിങ്ങളെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കുള്ളൊരു ആഗ്രഹമായിരിക്കും 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും ഫുൾ A+ കിട്ടണമെന്നുള്ളത്. എന്നാൽ അതിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഈ 9ാം ക്ലാസ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു കംബാക്ക് നടത്താൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇത്രയും വലിയ സിലബസിനിടയിൽ, ഇത്രയും കോൺസെപ്റ്റുകൾക്കിടയിൽ ആ ഒരു കംബാക്ക് എങ്ങനെ പോസിബിൾ ആവും എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും അല്ലേ? അതിന് കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കണം, കോൺസെപ്റ്റുകൾ പഠിക്കണം, ചോദ്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് കൃത്യമായ നോട്ടുകൾ ഉണ്ടാവണം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതിനുള്ള ഒരു 1 ക്ലിക്ക് സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്, എജുപോർട്ടിൻ്റെ ക്ലാസ് 9 സൂപ്പർ ബാച്ച്. ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഡിസ്ക്രിപ്റ്റീവ് നോട്ടുകളും ഷോർട്ട് നോട്ടുകളും മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഡൗട്ട് ക്ലിയറൻസും തുടങ്ങിയിട്ട് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കേണ്ട, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബാച്ചായിരിക്കും ഈ ബാച്ച് എന്നതിൽ ഒരു സംശയവുമില്ല. 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ നമ്മൾക്ക് സംഭവിച്ച ആ ചെറിയൊരു ഡൗൺഫാളിനെ നമ്മൾക്ക് ഡബിൾ പവറിൽ തിരിച്ചടിക്കണം. 10ാം ക്ലാസ് ഫുൾ A+ എന്നുള്ള നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ പടി നമ്മൾ ഇപ്പോഴേ വെച്ച് തുടങ്ങണം. അതിനുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ആയിരിക്കും ഇത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടത് മാറട്ടെ.